തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടക്കം ചേർത്ത് നിർത്തേണ്ട വാർത്ത തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ കടുക്കുന്നു എന്നുള്ളത്. അത് രാജ്യവ്യാപകമായാണ് പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം കൂടിയാണ്. ഇപ്പോഴിത് രാജ്യത്തിന് പുറത്ത് അന്താരാഷ്ട്ര തലത്തിൽ കൂടി ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയുമെല്ലാം ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ വാർത്താരംഭം ഇനി കിടക്കുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. കൂടുതൽ സംഘടനകൾ ഇതിനിടെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കനത്ത ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അതിനിടെ ഈ CAA പ്രകാരം ആരും പൗരത്വത്തിനായി അപേക്ഷിക്കരുത് എന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ്, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ചിത്രം VV വിനോദും ആണ് നൽകുന്നത്. ആദ്യം ER രാഗേഷിലേക്ക് തന്നെ. രാഗേഷ്, ഇതിപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ വിഷയമല്ല, ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. അതിൽ സംസ്ഥാനങ്ങൾക്ക് വേറിട്ട നിലപാടുകളുണ്ട്, കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ. എങ്കിലും ദേശീയ തലത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം എന്താണ്? അഭിലാഷ്, പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധവും ഒപ്പം തന്നെ നിയമ പോരാട്ടവും തുടരുകയാണ്. അതായത് മുസ്ലിം ലീഗും DYFIയും ഇന്നലെ തന്നെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു, ഹർജി ഫയൽ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയനും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. റിട്ട് ഹർജിയാണ് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ നൽകിയിട്ടുള്ളത്, ഫയൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു നിയമ പോരാട്ടം ഒരു വശത്ത് നടക്കുന്നു, ഒരു വശത്ത് പ്രതിഷേധങ്ങൾ നടക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായത് അസമിലാണ്. അവിടെ CAAയുടെ കോപ്പികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഹർത്താൽ ആചരിക്കുകയും ചെയ്തിരുന്നു. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ നേതൃത്വത്തിൽ ഇപ്പോൾ നിരാഹാര സമരം തുടരുകയാണ്. ഡൽഹിയിലും, പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലാവുകയും പിന്നീട് അവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഏതായാലും SFI അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ ഒരു പ്രതിഷേധത്തിന് ഡൽഹി ഇന്നും വേദിയായേക്കും. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ സുരക്ഷ പോലീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് CAA പ്രകാരം ആരും പൗരത്വത്തിന് അപേക്ഷിക്കരുത്, അങ്ങനെ അപേക്ഷിക്കുകയാണെങ്കിൽ അവർ നുഴഞ്ഞുകയറ്റക്കാരായി മാറും എന്നാണ് മമത പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സർക്കാരിന് നിലവിൽ ലഭിക്കുന്ന ഒരു ആനുകൂല്യങ്ങളും പിന്നെ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കം 100 വട്ടം ആലോചിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ CAA നടപ്പാക്കില്ല എന്ന് മമത ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ UN ഒപ്പം തന്നെ അമേരിക്കയും ഇതിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിജ്ഞാപനത്തിൽ ആശങ്കയുണ്ട്, അപ്പോൾ അത് എങ്ങനെ നടപ്പാക്കുമെന്നാണ് ഉറ്റുനോക്കുന്നതെന്നാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത്. UN വ്യക്തമാക്കിയിരിക്കുന്നത് പ്രഥമ ദൃഷ്ട്യ തന്നെ ഇതിലൊരു വിവേചന സ്വഭാവം ഉണ്ടെന്ന പ്രതികരണം UNന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. ഏതായാലും സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് നിലവിൽ പൗരത്വമുള്ള ആർക്കും രാജ്യം വിട്ടു പോകേണ്ടി വരില്ല, അവരെല്ലാം ഇന്ത്യക്കാരാണ്. 18 കോടി വരുന്ന മുസ്ലിം മതവിഭാഗത്തിലുള്ളവർ ഇന്ത്യക്കാരാണെന്ന പ്രതികരണമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം VV വിനോദ് കൂടി ചേരുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധം സംസ്ഥാനത്തും ഇന്ന് തുടരും. LDFും UDFും ഒരുപോലെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് ഇന്ന് മാർച്ചാണ് നടക്കാൻ പോകുന്നത്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ ഈ മാർച്ചിൽ പങ്കെടുക്കും. DYFI ഇതിനോടകം സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അക്കാര്യമാണ് ER രാഗേഷ് പങ്കുവച്ചത്. വിനോദ്, ഈ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലം, അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ നീക്കം. 2019 പാസ്സാക്കപ്പെട്ട ഒന്ന് 2024 BJPയും മാറ്റിവെച്ചത് എന്നതറിയാം. പക്ഷേ അതിനെ തന്ത്രപരമായി പ്രതിരോധിക്കുക, ആ വിഷയത്തെ കൂടുതൽ ഉയർത്തിക്കാണിക്കുക എന്നതാണല്ലോ LDFന്റെയും UDFന്റെയും കേരളത്തിലെ നീക്കം. അത്തരം പ്രതിഷേധങ്ങളുടെ ഇന്നത്തെ സ്വഭാവം എന്തായിരിക്കും? അഭിലാഷ്, വെവ്വേറെ സമരപരിപാടികളുമായാണ് LDFും UDFും മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല BJP സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുമ്പോഴും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ പരസ്പരം പഴിചാരിയുള്ള നടപടികളും ഇരു മുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. കേന്ദ്ര സർക്കാർ നടപടി അല്ലെങ്കിൽ നിയമത്തെ നഖശികാന്തം എതിർക്കുക തന്നെയാണ് ഇരു മുന്നണികളും. മതേതര സ്വഭാവം ഉയർത്തി തന്നെയാണ് ഈ മുന്നണികൾ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നതും. എന്നാൽ CPMും LDFും ആരോപിക്കുന്നത് ഈ നിയമം കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടന്നപ്പോൾ ലോക്സഭയിൽ ഒരു വാക്കുപോലും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ അംഗങ്ങൾ, അല്ലെങ്കിൽ അവിടെ മുന്നണിയുടെ ഭാഗമായി
നേതൃത്വം നൽകുന്ന നേതാക്കൾ അവരൊക്കെ തന്നെയും നിശബ്ദരായിരുന്നു എന്ന ഒരു ആരോപണമാണ് LDF പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെയൊക്കെയും പ്രതികരണം വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ചർച്ച വന്നപ്പോൾ തന്നെ താനടക്കമുള്ള ആളുകൾ ഇതിനെ എതിർത്തിരുന്നു എന്ന കാര്യം ശശി തരൂർ അടക്കമുള്ളവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം UDFന്റെ ആരോപണമായി വരുന്നത് നേരത്തെ തന്നെ ഈ നിയമം കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. കേരളത്തിലും കേസുകൾ എടുത്തു. ആ കേസുകളിൽ ഒരെണ്ണം പോലും പിൻവലിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. സർക്കാരിന് എന്ത് ആത്മാർത്ഥതയാണ് ഇക്കാര്യത്തിലുള്ളതെന്ന മറു ചോദ്യമാണ് UDF ചോദിക്കുന്നത്. ആ നിലയ്ക്കാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. BJPയെ എതിർക്കുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് മുന്നണികളും പരസ്പരം പഴിചാരിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് ഇന്ദിരാഭവനിൽ കോൺഗ്രസിന്റെ നേതൃയോഗം ചേരുന്നുണ്ട്. പ്രധാനമായും CAA തന്നെയാകും ചർച്ചയാകുക. കാരണം വലിയ പ്രതിഷേധം ഇതിനകം തന്നെ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട്. ഇത് ശക്തമായി കൊണ്ടുപോവുക. രാജ്ഭവനിലേക്ക് ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. K. സുധാകരനും VD സതീശനും അടക്കമുള്ള നേതാക്കൾ ഇന്നത്തെ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ കൃത്യമായ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും സ്വീകരിച്ച അതേ നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും സ്വീകരിക്കുക. ഇടതുമുന്നണിയുടെ ജില്ലാ ഘടകം കഴിഞ്ഞ ദിവസം AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇന്നും നാളെയും ഒക്കെയുമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കാൻ തന്നെയാണ് LDFന്റെയും തീരുമാനം. അതേസമയം BJP നേതാക്കൾ തിരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ കൂടിയും അവർ കേന്ദ്ര നിലപാട് അത് അതേപടി ആവർത്തിക്കുകയാണ്. ഈ നിയമം നടപ്പാക്കാൻ കേരള സർക്കാരിന്റെ സഹായം ആവശ്യമില്ല, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രസക്തിയുള്ള വിഷയമല്ല എന്ന കാര്യമാണ് K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മാത്രവുമല്ല, അദ്ദേഹം ഒരു ചുവട് കൂടി കൂട്ടി പറയുകയും ചെയ്തു. ഈ സംസ്ഥാന സർക്കാർ കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലുള്ള ഒരു ജയിൽ തുറന്നിട്ടുണ്ട്. അത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി ഇവിടേക്ക് എത്തുന്നവരെ, അതായത് കുടിയേറ്റം ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളുമായി വരുന്നവരെ പിടിച്ച് ഇടുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ജയിൽ കൊല്ലത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അക്കാര്യം സർക്കാർ നിഷേധിക്കട്ടെ എന്നൊരു വെല്ലുവിളി കൂടി K. സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ പ്രത്യാരോപണങ്ങളുമായി പോവുകയാണ്. ഇതിനിടയിലാണ് പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൂടി ഉയർന്നു വരുന്നത്. അമിത്ഷാ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കേരളം സഹകരിക്കണം. ഈ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, സാധാരണക്കാർക്ക് ക്ഷേമം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളം സഹകരിക്കണമെന്നൊരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത്. ഏതായിരുന്നാലും അത്തരമൊരു രജിസ്റ്ററിന്റെ നടപടിയുമായി മുന്നോട്ട് പോകില്ല എന്ന കാര്യം സംസ്ഥാനം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തെ പോലെ തന്നെ തമിഴ്നാട് അടക്കം പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ഈ പൗരത്വ നിയമത്തെ തള്ളിപ്പറയുകയും അല്ലെങ്കിൽ അത് നടപ്പാക്കില്ല എന്ന കാര്യം പറയുകയും ചെയ്യുന്നു. അവിടെയാണ് BJP നേതാക്കൾ പറയുന്നത്, അങ്ങനെ സംസ്ഥാനത്തിന് പ്രത്യേകിച്ചൊരു അവകാശമില്ല കാര്യത്തിൽ, രാജ്യം കൊണ്ടുവന്ന നിയമമാണ്, അത് നടപ്പാക്കും എന്ന് BJP പറയുമ്പോൾ എതിർത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് LDFന്റെയും UDFന്റെയും തീരുമാനം. അഭിലാഷ്, റൈറ്റ്. പൗരത്വ നിയമത്തിന് എതിരെ BJPക്കും എതിരെ സംസ്ഥാനത്ത് LDFും UDFും വലിയ പ്രതിഷേധമാണ് നടത്തുന്നത് എങ്കിലും ഒരുമിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നില്ല എന്ന് മാത്രവുമല്ല, പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് എന്നുകൂടിയാണ് വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഈ വാർത്ത നമുക്ക് കൂടുതലായി ഉൾപ്പെടുത്താൻ സാധിക്കും. എന്തായാലും വിനോദ് പറഞ്ഞതിന്